ആദ്യ വരുന്നുണ്ട് പഠിച്ചോനെ. എന്ത് ചെയ്യൂ ഇനിയിപ്പോ എന്തേലും ചെയ്യാ? ആപ്പാടെ കുറച്ച് ചോറും കറികളാ ഫുള്ളും അപ്പോൾ അവള് തിന്നേർക്കും. പക്ഷേ അതെടുത്ത് കുറച്ച് മാറ്റി വെച്ചാലോ? ഇവിടെ എത്തി ഒന്നും പറയണ്ട, വരട്ടെ. നിങ്ങൾ രണ്ടാളും ഇവിടെ ഉണ്ടല്ലേ? നിങ്ങൾ എന്നെ പറ്റിച്ചാലേ. അതെ നീ അല്ലേ പനിച്ചെടുക്കാന്ന് പറഞ്ഞ് എന്നെ കാണാണ്ടി വന്നു. ഇവിടെ എന്താ തിന്നാണല്ലേ? പോയി നോക്കട്ടെ. ബദാമൊക്കെ ഉണ്ടല്ലോ. ഓ നല്ല മീൻകറിയൊക്കെ ഉണ്ടല്ലോ. ഉഷാർ ഉഷാർ. കഴിഞ്ഞ കഥ നമ്മളെ രാത്രിയൊക്കെ ഇനി വേറെ വെക്കേണ്ടി വരും. ഇപ്പോഴെന്താ പട്ടി കിടന്ന പരിപാടി? ഇങ്ങനെ തിന്ന് ചുമ്മാ ഈ 100-200 കിലോ ആവുന്നോളൂ. പറഞ്ഞാൽ കേൾക്കട്ടെ. കേൾക്കും. അല്ല അതെ, നമുക്കൊരു മാനേഴ്സൊക്കെ ഇല്ല. ഇങ്ങനെ തിന്നാൻ പറ്റുമോ? ഒരു ചെറിയ ചെക്കനുള്ളതാ, അതിനെന്തെങ്കിലും ഉണ്ടോ അവിടെ? അതന്നെ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ അതിനൊരു മാനേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഒന്നുമില്ല. നിങ്ങൾ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ എടുത്ത് കഴിച്ചില്ലേ? ആ ഒരു ഫ്രീഡത്തിലല്ല ഞാനും എടുത്ത് കഴിച്ചേ. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വന്നില്ലല്ലോ. നിങ്ങൾക്ക് ബിരിയാണി ആയിട്ട് വന്നു. നമുക്ക് വിഷമമെന്ന് തോന്നുന്നു നമ്മൾ പറഞ്ഞത് കേട്ടോ. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിനക്ക് കുറച്ച് ആക്രാന്തമുണ്ട്, അതൊന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ പോവുക കേട്ടോ. ഫുഡ് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പോയിരാം. എടി മഴ ഉണ്ട്, മഴ ചോർന്നിട്ട് പോവാ. നിനിപ്പോ ഈ മഴയത്ത് കൊണ്ട് ആവശ്യം കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഓക്ക് നല്ലോണം കൊണ്ടിക്കുന്നു. ശല്യം ഏതായാലും ഒഴിഞ്ഞിട്ടി. ഭയങ്കര ശല്യ. പോയെങ്കിൽ അങ്ങോട്ട് പോട്ടെ, അല്ലാണ്ട് ഇപ്പൊ എന്താ നനഞ്ഞോണ്ടൊക്കെ പോന്നെ. മാനേഴ്സൊക്കെ ഇല്ല. ഇങ്ങനെ തിന്നാൻ പറ്റുമോ? ഒരു ചെറിയ ചെക്കനുള്ളതാ, അതിനെന്തെങ്കിലും ഉണ്ടോ അവിടെ? അതന്നെ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ അതിനൊരു മാനേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഒന്നുമില്ല. ആദ്യം നിന്നെ വിളിക്കുകയാണോ ചെയ്തോ? ഇല്ലടി, അന്ന് അതിനുശേഷം എന്നെ വിളിച്ചില്ല. അന്ന് വീട്ടിൽ നിന്ന് പോയതിനു ശേഷം എന്നെ വിളിച്ചില്ല. എന്നെ വിളിച്ചല്ല, മെസ്സേജ് അയച്ചില്ല. അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ അയക്കുന്നതായിരുന്നു. അപ്പൊ മനസ്സിലായി കാണോ? മിക്കവാറും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആദ്യം വരുന്നുണ്ട്, തിന്നാൻ എവിടെ ഉണ്ടല്ലോ അവിടെ എത്തിക്കോളൂ ഈ സാധനം. റായിസം. നിങ്ങൾ ഇവിടെ ഉണ്ടേനോ? ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കാനോ. അപ്പൊ നിങ്ങൾ എന്നെ കൂട്ടാണ്ട് ചായ ഒക്കെ കുടിക്കാൻ പോയി തുടങ്ങിയില്ലേ? ആയിക്കോട്ടെ. നിങ്ങൾ എന്താണ് എന്നെ ഒഴിവാക്കിയത്? നമ്മൾ 3 ആളും ഇങ്ങനെ ആയിനോ? ഒരുമിച്ചല്ലേ നമ്മൾ പോവലൊക്കെ? എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് നിങ്ങളെ പ്രശ്നം? ഒന്ന് പറഞ്ഞു തരുമോ? ഞങ്ങളെ ഫ്രണ്ട്സൊക്കെ കളിയാക്കുന്നുണ്ട് നിന്റെ കൂടെ പോന്നിട്ട്. നിന്റെ തടി തന്നെയാണ് കാരണം. ആദ്യം ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഫ്രണ്ട്സും പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ എല്ലാവരും ഞങ്ങളെ കളിയാക്കുക ആ തടി കാരണം. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നിന്റെ കൂടെ നടക്കാൻ. നിനക്ക് ഒന്നും തോന്നരുത്. ഇതായിരുന്നില്ല ഞങ്ങളെ അവോയ്ഡ് ചെയ്തത്? സൗഹൃദത്തിന്റെ ഇടയിൽ തടിയൊക്കെ ഒരു പ്രശ്നമാണോ? അക്കാക്കെന്തോ മെസ്സേജ് വിട്ടിക്കല്ലോ. എന്താ പയച്ചേ? ഞാൻ മുന്നേ പറഞ്ഞ കാര്യം എന്തായി? എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അത് നിനക്കറിയാവുന്നതാണ്. ഞാൻ നിനക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പള്ളി കമ്മിറ്റിയിലും പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒപ്പിട്ട് തരാം. കൂടുതലൊന്നും ഇതിനെ കുറിച്ച് എനിക്ക് പറയാനില്ല. ഓക്കെ? ഞാൻ ആരാ പഠിച്ചെന്നെ വിളിക്കാം. എല്ലായിടത്തും എനിക്ക് ഒറ്റപ്പെടലാണല്ലോ റബ്ബേ. ഞാൻ റയാനത്തിനൊന്ന് വിളിച്ചു നോക്കട്ടെ.
ആരൊക്കെയാ? ആദ്യമാണല്ലോ. ആടി പറ. ഒരു മിനിറ്റ് ഇട്ട് ആദ്യ, ഞാൻ ആരോ ഒന്ന് ബെല്ലടിക്കുന്നുണ്ട്, നോക്കട്ടെ കേട്ടോ. ആ വാടി കയറ്. ആരാടി കോളില്? അമ്മണിട്ടോ അവിടെ, ഞാൻ സ്പീക്കറിലിടട്ടെ കോള്. എടി എൻ്റെ ഒക്കെ ഇപ്പോൾ വാട്സപ്പിൽ ഒരു വോയിസ് വിട്ടിക്കടി. എനിക്കറിയില്ല എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ എന്താ ചെയ്യേണ്ടത്. കാര്യം പറ, എന്താണ്? കാര്യം പറ ആദ്യ, എന്താണ് പറ. ഒന്നും മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക്. പിന്നെ ഒഴിവാക്കാന്ന് പറഞ്ഞ് പള്ളിക്കമ്മറ്റിലേക്ക് കത്തയച്ചേക്കുന്നാണ് പറയണേ. എനിക്കറിയൂല എന്താ ചെയ്യേണ്ടത്. ആവൂല പഠിച്ചോനെ. എടി നീ ടെൻഷൻ ആവില്ല, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞാൻ എന്ത് ചെയ്തിട്ട് എല്ലാരും എന്നെ ഒഴിവാക്കുന്നത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തേലും ചെയ്തു പോട്ടോ. നിനക്ക് ആരുമില്ലെന്ന് ആരാ പറ? ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരാം. നീ ടെൻഷൻ ആവല്ലേ. വെക്കല്ലേട്ടോ. വാ, നമുക്ക് എന്തായാലും പോവാം, അല്ല ശരിയാവില്ല. ഞാൻ ഫോണ് വെക്കാണ്. എനിക്ക് ക്ഷമ താറപ്പേ.